ഇന്ന് നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ്. റണ്ണിങ് മെറ്റീരിയലിനകത്ത് ഓർഗൻസയുടെയും ഒക്കെ കുറേ നല്ല നല്ല പുതിയ പുതിയ ഡിസൈൻസും കുറേ നല്ല പാറ്റേൺസും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരി ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും അല്ലെങ്കിൽ കുർത്ത ആയിട്ട് ഉപയോഗിക്കണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഫ്രോക്കായിട്ട് തയ്ക്കണമെങ്കിലോ ഒക്കെ പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ നല്ല മെറ്റീരിയൽസാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ 9074244276 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് വരുന്ന ഒരു മൗത്ത് ടോണിൽ വരുന്ന ഓർഗൻസയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറും നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു എംബ്രോയിഡറി വർക്കും. നമുക്കിത് വേണമെങ്കിൽ സാരി ആയിട്ട് ഉപയോഗിക്കാം. സാരി ആയിട്ട് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഓർഗൻസ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഓർഗൻസയുടെ. അല്ല ഇനിയിപ്പം ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ കുർത്തിയായിട്ടോ ഒക്കെ തയ്ക്കണമെങ്കിൽ അതിനുള്ള ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ബട്ടർ ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലും അവൈലബിൾ ആണ്. സാരി ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു വൈറ്റിലൊക്കെ കോംബോ ചെയ്യുന്ന എന്തെങ്കിലും ബ്ലൗസൊക്കെ ഇട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 380 പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇത് കണ്ടോ, നല്ല രസമുള്ള നല്ലൊരു മൗത്ത് ടോണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇതിൻ്റെ ഒരു 3-4 കളേഴ്സ് വന്നിട്ടുണ്ട്. അടുത്തത് കണ്ടോ, അടുത്തതും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ. എല്ലാം നല്ലൊരു സീ ഗ്രീനിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ്. സാരി ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ സാരി ആയിട്ട് ഉപയോഗിക്കാനും നല്ലതാണ്. നല്ല വർക്കാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ ഇപ്പോൾ ലൈനിങ് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും നമുക്കിത് പ്രൊവൈഡ് ചെയ്യാം. ഓർഗൻസ മെറ്റീരിയലാണ്. 380 പെർ മീറ്റർ. അടുത്ത് വരുന്ന അതിൻ്റെ ലെമണല്ലോ, ലെമണല്ലോ ഷെയ്ഡിൽ വരുന്ന ലെമണല്ലോയിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സും നല്ല ഡിസൈൻസും. ലെമണല്ലോ 380 പെർ മീറ്റർ റേറ്റ് വരുന്നത്. ലെമണല്ലോയുടെയൊക്കെ ലൈനിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത് വരുന്നത് നല്ലൊരു ഗ്രീനിഷ് ടോൺ, നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. പിസ്ത ഗ്രീൻ അല്ല കേട്ടോ, ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണാണ്. അടുത്തത് വരുന്നത് ഒരു ബേജ് ടോൺ, ഒരു ബേജ്. നല്ല എംബ്രോയ്ഡറി വർക്കുമാണ്. ഇപ്പം സാരിക്കും കുർത്തയ്ക്കും ഒക്കെ നല്ലതാണ്. ഇനി അടുത്തത് വരുന്നതുണ്ടോ, അടുത്തത് വരുന്നതും ഓർഗൻസയിൽ നല്ലൊരു മൾട്ടി കളർ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇതും അതെ കേട്ടോ, ഇത് നമുക്ക് സാരി ആയിട്ട് കൊടുക്കാൻ നല്ല അടിപൊളിയാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 410. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഓർഗൻസയുടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ ഒരു ലെമണല്ലോ ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് അതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ബ്ലൗസായിട്ട് പെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാനുള്ള മെറ്റീരിയലും ഉണ്ട് നമ്മുടെ അടുത്ത്. ബ്ലൗസോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ടോപ്പായിട്ട് എടുത്ത് ഇത് ബോട്ടമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് പെയർ ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ സാരി ആയിട്ട് കൊടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. ഇതാ അടുത്തത് കണ്ടോ, അതിൻ്റെ തന്നെ നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്കിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയലാട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റാണ് ഇതൊക്കെ. ആദ്യത്തെ ഓർഗൻസ അതെ കേട്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിനകത്ത് ബ്ലൗസായിട്ട് പെയർ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ബ്ലൗസായിട്ട് പെയർ ചെയ്യാം. എല്ലാത്തിനും പറ്റും കേട്ടോ. നല്ല എന്ത് പർപ്പസിനും ഉപയോഗിക്കാം. നല്ലൊരു പിസ്ത ഗ്രീൻ ടോൺ. അതിൻ്റെ ആ ബ്ലൗസ് അവിടെ ആദ്യം കാണിച്ച പിസ്ത ഗ്രീൻ. ആ ബ്ലൗസ് അത് പിസ്ത ഗ്രീൻ. അതിന് അല്ലല്ല പിങ്ക് അതിനും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലൗസ് ഈ കളറിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും.
ബ്യൂട്ടിഫുൾ മെറ്റീരിയലാണ്, ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. അടുത്തത് വരുന്നത് അതിൻ്റെ ഇത് വരുമ്പം 425. ഇത് കണ്ടോ, ഇതും ഒരു ഓഫ് വൈറ്റ് ടോണിൽ ഇതേപോലെ ഒരു പർപ്പിൾ ബ്ലൂ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ്. അതിനകത്തേ കൂടെ ഒരു സീക്വൻസിൻ്റെ വർക്കും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ആദ്യം കാണിച്ചതിനകത്ത് ഇല്ല കേട്ടോ, ഇതിനകത്തൊരു ചെറിയ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള മെറ്റീരിയൽ, ഓർഗൻസയുടെ തന്നെ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് വരുന്നതും ഓർഗൻസയുടെ തന്നെ വേറൊരു പാറ്റേൺ. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 425. ഇതിനകത്തും ചെറിയ സീക്വൻസ് വർക്ക്. ഇതൊക്കെ നല്ലൊരു ഒരു പിങ്ക് ടോണാട്ടോ, ഒരു പീച്ച് പിങ്ക് ബ്ലെൻഡായിട്ടുള്ളൊരു ടോണാണ്. ഇതുണ്ടോ, ഇങ്ങനെ വരും. ഏത് പർപ്പസിനും ഉപയോഗിക്കാം. സാരി ആയിട്ടൊക്കെ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, നല്ല രസമാണ്. അടുത്ത് വരുന്ന അതിൻ്റെ തന്നെ ഒരു ലെമണല്ലോ ഷെയ്ഡ്. ലെമണല്ലോ ഷെയ്ഡ്, ലെമണല്ലോ കളർ തന്നെ ബ്ലൗസ് ഇടുവോ കോൺട്രാസ്റ്റ് ഇടുവോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. പിള്ളേർക്ക് ഫ്രോക്കൊക്കെ തയ്ച്ചാലും നല്ലതായിരിക്കും, നല്ല സ്കേർട്ടൊക്കെ തയ്ക്കാനും നല്ലതാണ്. ഇനി അടുത്ത വരുന്നത് നമുക്ക് നല്ല അടിപൊളി ഒരു ഷിഫോൺ മെറ്റീരിയലാട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഭയങ്കര 380. നല്ലൊരു ലാവൻഡർ ടോണിൽ ഇതേപോലെ വൈറ്റ് എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ. നമുക്കിത് സാരി ആയിട്ട് കൊടുക്കണമെങ്കിൽ സാരി ആയിട്ട് കൊടുക്കാം. 380 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. സാരി ആയിട്ടോ ഇനി ഏത് പാറ്റേണിൽ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല എയർലൈൻ്റെ ഒക്കെ ടോപ്പ് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാനോ, കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനോ, അല്ലെങ്കിൽ ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാനോ, അങ്ങനെയൊക്കെ എല്ലാ പർപ്പസിനും നല്ലതാണ്. സാരിക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഇതാണ് അതിൻ്റെ ഷിഫോൺ. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാട്ടോ ഷിഫോണിൽ. ഇങ്ങനെ ഇത് കണ്ടോ, ഒരു ചെറിയ ഇതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ഫിനിഷും അല്ല, ചെറിയത് ഇങ്ങനെ ഒരു പാറ്റേണിലാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. 380 ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ്. എന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്നു. നല്ല പ്ലസൻറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡ്. അടുത്തത് കണ്ടോ, അതിൻ്റെ തന്നെ നല്ലൊരു പീച്ച് പിങ്ക് ടോൺ. ആ ലാവൻഡറിനൊക്കെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ബ്ലൗസായിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ബ്ലൗസായിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് കാണിച്ചാൽ ലാവൻഡറിന് ബ്ലൗസൊക്കെ ആയിട്ട് വെക്കണമെങ്കിൽ ഇതിങ്ങനെ ബ്ലൗസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതും ഒരു പീച്ച് പിങ്ക് ടോണിലേക്ക് വരും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാം വീഡിയോസ് ഒന്ന് യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആണെങ്കിൽ ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.